പരിശീലന പറക്കലിനിടെ ഇന്ധനം തീർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ മടങ്ങിപ്പോക്ക് വൈകും. സാങ്കേതിക കാരണങ്ങളെ തുടർന്നാണ് വൈകുന്നത് എന്നാണ് വിശദീകരണം. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, ഇന്നലെ ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടതും ദൃശ്യങ്ങൾ പുറത്തുവിട്ടതും ഒക്കെ 24 ആയിരുന്നു. ഇന്ധനം നിറയ്ക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടിരുന്നു. ഇന്ധനം നിറച്ചു കഴിഞ്ഞാൽ അതിന് മടങ്ങിപ്പോകാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അത് കഴിയാത്തത്? സാങ്കേതിക പ്രശ്നങ്ങൾ വിമാനത്തിന് ഉണ്ട് എന്നതാണോ മനസ്സിലാക്കാൻ പറ്റിയത്? തീർച്ചയായും സാങ്കേതിക പ്രശ്നങ്ങൾ തന്നെയാണ് F-35B എന്ന യുദ്ധവിമാനത്തിന്, ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന് മടങ്ങിപ്പോകുന്നത് വൈകാൻ ഒരു കാരണം. ഇന്നലെ ഇന്ധനം നിറച്ച ശേഷവും ചില സാങ്കേതിക തകരാറുകൾ കണ്ടെത്തിയിരുന്നു. അതേ തുടർന്ന് ഈ ബ്രിട്ടീഷ് യുദ്ധക്കപ്പലിൽ നിന്നുള്ള ചില പൈലറ്റുമാരും ചില സാങ്കേതിക വിദഗ്ധരും ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വീണ്ടും എത്തിയിരുന്നു. അവർ പരിശോധിക്കുകയാണ്. ഇതോടൊപ്പം ചില നയതന്ത്ര പ്രശ്നങ്ങൾ കൂടി, നയതന്ത്ര അനുമതികൾ കൂടി ലഭിക്കാനുണ്ട്. ഈ രണ്ട് സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഈ യുദ്ധവിമാനം മടങ്ങിപ്പോകുന്നത് ചില വൈകാൻ കാരണം. ഇപ്പോഴും യുദ്ധവിമാനത്തെ സ്വീകരിക്കാൻ യുദ്ധക്കപ്പൽ ആഴക്കടലിൽ ഏകദേശം 118 നോട്ടിക്കൽ മൈൽ അകലെ നിൽക്കുന്നുണ്ട്. പക്ഷേ കാലാവസ്ഥയും പ്രതികൂലമാണ്. ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിയാണ് തൽക്കാലം ഉടൻ മടങ്ങിപ്പോകേണ്ടതില്ല, കുറച്ച് സാഹചര്യങ്ങൾ കൂടി, ഒന്ന് സാങ്കേതിക തകരാർ പരിഹരിക്കണം, ചില നയതന്ത്ര അനുമതികൾ കൂടി ലഭിക്കാനുണ്ട്. അത് കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ്. അത് വലിയ പ്രശ്നമുണ്ടാകില്ല എന്നാണ് അറിയുന്നത്. ഒപ്പം ഈ കാലാവസ്ഥ കൂടി അനുകൂലമാകേണ്ടതുണ്ട്. ഇന്നും ശക്തമായ കാറ്റ് തീരമേഖലയിൽ ലഭിക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് യുദ്ധവിമാനത്തിന്റെ മടങ്ങിപ്പോക്ക് വൈകുന്നത്. എന്തായാലും മിനിങ്ങാന്ന് രാത്രിയോടുകൂടിയാണ് യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യുന്നത്. പരിശീലന പറക്കലിനിടെ തിരികെ കപ്പലിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ലാൻഡ് ചെയ്യുന്നതിനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ആകാശത്ത് തന്നെ വട്ടമിട്ട് പറക്കുകയും ഇന്ധനം തീരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായി സമീപത്തുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള നയതന്ത്ര അനുമതി സ്വീകരിക്കുകയും പ്രതിരോധ മന്ത്രാലയത്തിന്റെ കൂടി അനുമതി ലഭിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വിമാനം ലാൻഡ് ചെയ്യുകയും ചെയ്യിച്ചത്. അനുജ, ശരി. സാങ്കേതിക കാരണങ്ങളെ തുടർന്നാണ് ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ മടങ്ങിപ്പോക്ക് വൈകും എന്ന റിപ്പോർട്ട് വരുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.